അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിൽ സംഘടനകൾക്ക് ഒരു പഞ്ഞവുമില്ല. ആക്രിക്കച്ചവടക്കാരന് വരെ സംഘടനയുണ്ട്. സംഘടനകൾ ഇത്ര വ്യാപകമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം, ഇത്രയധികം വർദ്ധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് വേറെയുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിവുള്ളവർ കമന്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിമീങ്ങൾക്ക് പല വിധത്തിലുള്ള സംഘടനകളുണ്ട്, അല്ലാത്തവർക്കും സംഘടനകളുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത്? മുസ്ലിം സംഘടനകളിൽ ഇപ്പോൾ പലതും അവയുടെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദീൻ പറയേണ്ട സംഘടനകൾ ദീൻ പറയാൻ ധൈര്യപ്പെടാതെ മൗനം അവലംബിക്കുന്നതും നമുക്ക് കാണാം. ചില വ്യക്തികൾ ചെയ്യുന്നത്, അവർ പ്രമുഖരാണെങ്കിൽ പല സംഘടനകളും നേതാക്കളും കണ്ണടക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ചില വ്യക്തി താല്പര്യങ്ങളും ദുനിയാവിനോടുള്ള ഇഷ്ടവുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിലകൊള്ളുന്നൊരു പ്രസ്ഥാനമാണ് AP വിഭാഗം സംസ്ഥ. ദീൻ പറയാൻ വേണ്ടിയാവണം സംഘടനകൾ പ്രവർത്തിക്കേണ്ടത്. ആഖിറ ലക്ഷ്യം മാത്രമാകണം സംഘടനകളുടെ താല്പര്യം എന്ന നിലപാടിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് പ്രമുഖ വ്യക്തിയായാലും തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവം ഇന്നേ വരെ കാണിച്ചിട്ടുണ്ട്. അത് പല സംഘടനകൾക്കും ഇല്ലാതെ പോയ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ മറ്റു സംഘടനകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് AP വിഭാഗം സംസ്ഥയും അതിന്റെ കീഴ്ഘടകങ്ങളും. അപ്പോൾ പലരും ചോദിക്കും, സംഘടനകൾ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ദീൻ നിലനിൽക്കുമായിരുന്നില്ലേ എന്ന്. 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സംഘടനകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പലരും ചോദിച്ചേക്കാം. അതിനുള്ള മറുപടി കൂടി പേരോട് ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. സംഘടന ഇല്ലാത്ത കാലത്ത് എന്ത് സംഭവിച്ചു, സംഘടന ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പേരോട് ഉസ്താദ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു പ്രഭാഷണമാണ് പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം. ഇന്ന് വിവാദമായി കൊണ്ടിരിക്കുന്ന കേക്ക് മുറി അടക്കമുള്ള പല പ്രശ്നങ്ങളിലും പലരും മൗനം അവലംബിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞത് മാറ്റി പറയേണ്ട ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം വളരെ പ്രസക്തമാണ്, ശ്രദ്ധേയമാണ്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണമെന്ന അഭ്യർത്ഥനയോടെ പോകാം വീഡിയോയിലേക്ക്. ഒന്നിച്ച് നീങ്ങുമ്പോഴുണ്ടാകുന്ന ശക്തിയൊന്ന് വേറെയാണ്. കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് ഉറങ്ങല്ല, കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് എന്നിട്ടോ വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ മകൻ ബഷീറിനെ വണ്ടി കൊണ്ടുപോയി കുത്തി കൊന്നുകളഞ്ഞു ഒരു വലിയ ഉദ്യോഗസ്ഥൻ. സുബ്ഹാനല്ലാഹ്. പിന്നെ അയാളെ പിടിച്ച് കളക്ടറാക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ അന്യായത്തിനെതിരെ ഒന്നിച്ച് സംഘകുടുംബം ഒന്നിച്ചു പോയി. ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബസിന്റെ ചില്ല് പൊട്ടിച്ചിട്ടില്ല, ഒരാളെ വഴി തടഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനെ ചീത്ത പറഞ്ഞിട്ടില്ല, ഗവൺമെന്റിനെ ചീത്ത വിളിച്ചിട്ടില്ല, ആരെയും ചീത്ത വിളിച്ചിട്ടില്ല. അതിലുള്ള പ്രതിഷേധം നിയമപരമായി പ്രകടിപ്പിച്ചപ്പോ തീരുമാനം ഗവൺമെന്റ് മാറ്റേണ്ടി വന്നു. ഒന്നിച്ച് നീങ്ങുമുണ്ടാകുന്ന വിജയ എല്ലാറ്റിനുണ്ടത്, ദ്വാർക്കുമ്പോഴുണ്ട്. അതല്ലേ അള്ളാന്റെ റസൂൽ പറഞ്ഞത്, എല്ലാരും ഒന്നിച്ച് ഒരുമിച്ച് കൂടിയിട്ട് ഒരാൾ ദ്വാർന്ന് മറ്റുള്ളവർ ആമീൻ പറഞ്ഞാൽ ഉത്തരം കൊടുക്കും. ഒന്നിച്ച് നീങ്ങുന്നതിന് അള്ളാഹ്ക്ക് വലിയ റഹ്മത്താണ്, അള്ളാഹ്ക്ക് വലിയ സ്നേഹമാണ്. യദുല്ലാഹി അലൽ ജമാഅ, കൂട്ടായ്മയുടെ മേലാണ് അള്ളാന്റെ സഹായം. ഒന്നിച്ച് നീങ്ങണം. SSFകാരും SUS കാരും മുസ്ലിം ജമാഅത്തുകാരൊക്കെ. ചിലര് ചോദിക്കും, പഴയകാലത്ത് സംഘടന ഉണ്ടായിരുന്നോ? നമ്മളെ വലിയ മുൻഗാമികളില്ലേ, ആ മുൻഗാമികൾക്ക് ഒരു 200 കൊല്ലം മുമ്പ് സംഘടന ഉണ്ടായിരുന്നോ? അന്ന് സംഘടനയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. അന്നൊരു മഹല്ലത്തുൽ ഖാദി, മഹല്ലത്തുൽ മുദരിസ്, ഉമർ ഖാദി പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ വെളിയങ്കോടൊന്നും നടക്കൂല. മമ്മിക്കുട്ടി ഖാദി പറഞ്ഞാൽ അതിനപ്പുറം അതാ അവിടെ പൊന്നാനിയിൽ വേറൊന്നും നടക്കൂല. നാദാപുരത്ത് കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞാൽ മേനക്കോത്തോറ് എന്ന് പറയും, ഓറ് പറഞ്ഞാൽ അതിനപ്പുറമൊന്നും നടക്കൂല. പാറക്കടവിൽ വലിയ ഖാദി അബ്ദുള്ള മുസ്ലിയാർ സമസ്തയുടെ ആദ്യത്തെ മെമ്പർമാരിൽ ഒരാളാണ്.
അവര് പറഞ്ഞാൽ അതിനപ്പുറമൊന്നും നടക്കൂല. സുബ്ഹാനല്ലാഹ്. പാറക്കടവ് പള്ളിയിൽ ഒരു മുസ്ലിയാർ വന്ന് പ്രസംഗിക്കാൻ വരുന്നു. ഞങ്ങളാണ്ട് ഉറുദി പറയാനും റമദാൻ മാസത്തിൻ്റെ ഒരു ഉറുദി പറയല്. പണ്ടെല്ലാം മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരുപാട് ആൾ വരുത്തുണ്ടായി, ഇപ്പം വളരെ കുറവാ. അങ്ങനെ ഒരു മുസ്ലിയാർ ഉറുദിക്ക് വരുന്നത്, ഖാദിയാരും കെട്ടും പെട്ടിയൊക്കെ എടുത്ത് കുട്ടികളോട് 100 ചില്ലാനം മുത്തഅല്ലിമീങ്ങളുണ്ട്, കുട്ടികളൊക്കെ പറഞ്ഞ് രാവിലെ നമുക്ക് പോണ വിടുന്നത്. അപ്പൊ അവിടുത്തെ വലിയ വലിയ കാരണവന്മാർ വിവരം അറിഞ്ഞു. ഖാദിയാരത്ത് എന്താ ഖാദിയാർ പോകുന്നത്? അവിടുത്തെ പ്രധാന മുദരിസാണ്, വലിയ മഹാനാ, എന്താ പോകുന്നത്? അത് ഇന്ന ഒരാൾ വന്ന് ഇവിടെ ഉറുദി പറയുന്നു എന്ന് കേട്ടു. അവൻ മുജാഹിദാണ്, അവനോട് പ്രസംഗിക്കാൻ പറ്റൂല. അവൻ മുജാഹിദല്ല, ഓൻ നാദാപുരത്തെ പള്ളിയിലെ മുദരിസിന്റെ ഇരുന്ന് പോകുന്ന മുത്തഅല്ലിമാണ്. എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് ഉസ്താദെ. അത് നിങ്ങൾക്ക് പിന്നെ തിരിയുമെന്ന്, പിന്നെ തിരിയും, പിന്നെ മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്. ഏതാ ഞങ്ങൾ എന്ന് പറയട്ടെ, ഓനിവിടെ വരണ്ട, ഓനിട്ട് ഇങ്ങോട്ട് കേട്ടുന്നില്ല, ഉസ്താദ് ഇവിടെ തന്നെ നിൽക്കണം. അവിടെ തന്നെ നിർത്തി. കാലം കുറെ കഴിഞ്ഞപ്പോ ആ വ്യക്തി പിന്നെ മുജാഹിദിന്റെ വലിയ മൗലവിയായി. എടപ്പാറ കുഞ്ഞാമത് മൗലവി എന്നയാളുടെ പേര് എനിക്കറിയാം, ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു സ്വകാര്യത്തിൽ ഉറുക്ക് കൊടുക്കും, സ്വകാര്യത്തിൽ കിട്ടാൻ വേണ്ടി ഉറുക്ക് കൊടുക്കും, പരസ്യമായിട്ട് കൊടുക്കൂല. ആ മൗലവി ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അന്നത്തെ കാലഘട്ടം. അവിടുത്തെ മുദരിസ് പറഞ്ഞാൽ, ഖാദി പറഞ്ഞാൽ അതിനപ്പുറമൊന്നുമില്ല. അന്ന് സംഘടനയുടെ ആവശ്യമില്ല. കാലം മുന്നോട്ട് പോയപ്പോ എന്തായി എന്നറിയോ? മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ അക്കാലഘട്ടത്തിൽ അതേ പാനൂർ, നാദാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ദർസ് നടത്തിയ മഹാനാണ്. അതേ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഉസ്താദുമാരെ ഉസ്താദ്, എന്റെ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്. അതേ ഓക്കെ, ഉസ്താദിന്റെ ഉസ്താദാണ് മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ. മഹാനവറുകൾ ഓതിപ്പടിച്ച ഒരു കോളേജ്, മഹാനവറുകൾ ഓതിക്കൊടുത്ത ഒരു കോളേജ്, മഹാനായ മർഹൂം കണ്യത്ത് ഉസ്താദ് ഓതിപ്പടിച്ച കോളേജ്, മഹാനായ താജുൽ ഉലമ ഓതിപ്പടിച്ച കോളേജ്, അതല്ലേ ദാറുൽ ഉലൂം വാഴക്കാട്. ഇപ്പോഴെന്തേത് സുന്നികളെ കയ്യിലില്ലാത്തത്? അന്ന് നമുക്ക് സംഘടനയുണ്ടായില്ല, സംഘടനാ ബോധമുണ്ടായില്ല. നമ്മളെ ആലിമീങ്ങൾ കെട്ടിപ്പടുത്ത സ്ഥാപനവും കൊണ്ട് പുത്തൻവാദികൾ പോയി. ഇപ്പൊ നമ്മളൊരു സ്ഥാപനം അങ്ങനെ തട്ടിയെടുക്കാൻ കഴിയൂല. അപ്പോഴേക്ക് അവിടെ SSFകാര് വരും, SYSകാര് വരും, മുസ്ലിം ജമാഅത്തുകാര് വരും, സുന്നി ജമീയത്തുൽ മുസ്ലിമിന്റെ ആളുകൾ വരും, സുന്നി വിദ്യാഭ്യാസമുണ്ട് ആളുകൾ വരും, SMന്റെ ആളുകൾ വരും, സമസ്തയുടെ പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കും. തട്ടിയെടുക്കാൻ കഴിയൂല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ SSFകാരനായിരുന്ന കാലത്ത് പാലപ്പറ്റ പള്ളി പിടിക്കാൻ മുജാഹിദ് വന്നു. സ്വാധീനത്തോടെ പിടിക്കാന്ന് തോന്നി, പക്ഷേ അനുവദിച്ചില്ല, പിടിക്കാൻ കഴിഞ്ഞില്ല. ഇന്നും അത് സുന്നത്ത് ജമാഅത്തുകാരെ കയ്യിൽ കിടക്കുന്നു. അതേ സമയത്ത് കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11 സ്ഥലത്തുള്ള പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. മഖബറകൾ അടിച്ച് തകർത്തു കളഞ്ഞു. എല്ലാ സ്ഥാപനവും 11 മഹലിൽ നഷ്ടപ്പെട്ടു പോയി. ഇന്നും വന്നാൽ മരിച്ചവരുടെ പേരിൽ അതാ ഖുർആൻ ഓതാൻ വഖഫ് ചെയ്ത സ്ഥലമുണ്ട്, ബിൽഡിംഗ് ഉണ്ട്. ഓത്തവിടെ ഇല്ല കേട്ടോ, മഖബറയുണ്ട്. അതേ ചില സ്ഥലങ്ങളിൽ മഖബറ ബാക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ്, അവിടെ ഒന്നും നടക്കുന്നില്ല കേട്ടോ. എന്തേ കാരണം? അത് മുഴുവനും ബിദ്അത്തുകാരുടെ കയ്യിലായി. എന്തുകൊണ്ടായി? അന്ന് നമുക്ക് സംഘടനയ്ക്ക് ശക്തി ഉണ്ടായില്ല. എടവണ്ണയും പരിസരവും അങ്ങനെ തന്നെ മുജാഹിദായി, ബാലുശ്ശേരിയും പരിസരവും അങ്ങനെ തന്നെ മുജാഹിദായി, കുറ്റ്യാടിയും പരിസരവും അങ്ങനെ തന്നെ മുജാഹിദായി, പുളിക്കലും പരിസരവും അങ്ങനെ തന്നെ മുജാഹിദായി, നാടങ്ങനെ തന്നെ മുജാഹിദായി. ഇപ്പോഴങ്ങനെ ഒരൊറ്റ നാടും മുജാഹിദാകുന്നില്ല. ഏതെങ്കിലും ഒറ്റപ്പെട്ടവന് ഹിദായത്തില്ലെങ്കിൽ പിഴക്കുന്നുണ്ടാകാം. നാടങ്ങനെ തന്നെ മുജാഹിദാകുന്ന ഏർപ്പാടേ ഇപ്പോഴില്ല. എന്തേ കാരണം? നമ്മുടെ സംഘടനയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പറയട്ടെ, ഇന്നത്തെ കാലത്ത് നമ്മുടെ സംഘടന ഉണ്ടെങ്കിലേ ഈമാൻ രക്ഷിക്കാൻ കഴിയൂ, ഹിദായത്ത് നിർത്താൻ കഴിയൂ, നമ്മുടെ ശിആർ നിലനിർത്താൻ കഴിയൂ. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കുറ്റ്യാടിയിൽ പോയിട്ട് വദാ സുന്നത്ത് ജമാഅത്തിന്റെ യാതൊരു ശബ്ദവുമില്ലാത്ത 50 കൊല്ലത്തിന്റെ മേലെ ഒരു ശബ്ദവും കിട്ടാത്ത ആ പ്രദേശത്ത് പോയി 19 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് ഓല ഷെഡ് കെട്ടിയിട്ട് ഞാൻ ഒരു
ചെറിയ മദ്രസ തുടങ്ങി, പിന്നെ അതിനപ്പുറം പലതും തുടങ്ങി. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ പറയട്ടെ, 95ഓളം പള്ളികൾ, അതുപോലെ 35ഓളം മദ്രസകൾ, അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ ഖുർആൻ മനഃപാഠമാക്കുന്ന കോളേജുകൾ, ശരീഅത്ത് കോളേജും ദഅവാ കോളേജും പലതും തുടങ്ങി. ഇതെല്ലാം എന്തുകൊണ്ടുണ്ടായി? ഞാനൊരു SSF കാരനായി വളർന്നതുകൊണ്ട്, SYS പ്രവർത്തിച്ചതുകൊണ്ട്, മുസ്ലിം ജമാഅത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ അത് കഴിയൂല കേട്ടോ. ചെറിയ ഫലമല്ല സംഘടനാ പ്രവർത്തനത്തിന്റെ ഫലം. അതുകൊണ്ട് സംഘടനകൾ എല്ലാ സ്ഥലത്തും ശക്തിപ്പെടണം. എല്ലാ സ്ഥലത്തും സംഘടനയ്ക്ക് കേന്ദ്രം വേണം. സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോട് ഞാനൊരു വാക്ക് പറയട്ടെ, സംഘടന നമുക്ക് സ്വർഗത്തിൽ കടക്കാനാണ് കേട്ടോ. അതുകൊണ്ട് സംഘടനാ പ്രവർത്തകർ ഒരിക്കലും തന്നെ പരസ്പരം കുറ്റം പറയുന്നവരാകരുത്, പരസ്പരം ചീത്ത വിളിക്കുന്നവരാകരുത്, പരസ്പരം അസൂയ വെക്കുന്നവരാകരുത്, പരസ്പരം അകലുന്നവരാകരുത്. അതൊരിക്കലും ഒരു മുസ്ലിമിന് പറ്റിയ പണിയല്ലല്ലോ. അതാ സുഹൃത്തുക്കളെ, ഞാൻ ആഖിറത്തിൽ രക്ഷപ്പെടണം, എന്റെ കൂടെ പ്രവർത്തിക്കുന്നവർ രക്ഷപ്പെടണം, എന്റെ നേതാക്കൾ രക്ഷപ്പെടണം, എന്റെ അനുയായികൾ രക്ഷപ്പെടണം, എന്റെ കൂടെയുള്ളവർ രക്ഷപ്പെടണം, എല്ലാവരും രക്ഷപ്പെടണമെന്ന ചിന്തയല്ലാതെ ഹബീബ് നബി തങ്ങൾ പറഞ്ഞില്ലേ, അൽ മുഅ്മിനു ഇൽഫും മൗലൂഫ്, ഈ ശരിയായ ഈമാനുള്ളവൻ ഇണങ്ങുന്നവനാണ്, ഇണക്കപ്പെടുന്നവനാണ്. പരസ്പരം തെറ്റി നിൽക്കുന്നത് ഈമാനുള്ളവരുടെ സ്വഭാവമല്ല. വലാ ഖൈറ ഫീമൻ ലാ യഗ്ലിഫു വലാ യുലഫ്, ഇണങ്ങാത്തവനും ഇണക്കപ്പെടാത്തവനും മുഅ്മിൻ അവനിൽ ഖൈറില്ല. പരസ്പരം ഒരേ ഒരു ശരീരം പോലെ യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. SSFനെ ശക്തിപ്പെടുത്താൻ SYS, SYSനെ ശക്തിപ്പെടുത്താൻ SSF, രണ്ടിനെയും ശക്തിപ്പെടുത്താൻ മുസ്ലിം ജമാഅത്ത്, മുസ്ലിം ജമാഅത്തിന് കരുത്തു പകരാൻ SSF, SYS. ഈ രൂപത്തിൽ അതാ പരസ്പരം യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ, പരസ്പരം ശക്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാകണം. അപ്പോഴാണ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നത്. അതേ സമയത്ത് ദുനിയാവിൽ പ്രസിഡന്റായിട്ടൊന്നും കിട്ടൂല കേട്ടോ, സെക്രട്ടറി ആയിട്ടൊന്നും കിട്ടൂല കേട്ടോ. അതെല്ലാം വലിയ ഉത്തരവാദിത്വം നമ്മുടെ മുന്നിൽ വന്നിട്ട് അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് നല്ല നിയ്യത്തോടെ പ്രവർത്തനം നടത്തണം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിക്കട്ടെ. ഓ യുവാക്കളെ, ഞാൻ SSF ആണെന്ന് പറഞ്ഞാ പോരാ. ഓ SYS കാരാ, ഞാൻ SYS ആണെന്ന് പറഞ്ഞാ പോരാ. തൊട്ടടുത്ത പള്ളിയിൽ വെച്ച് സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണേ, ഖുർആൻ ഓതാൻ സമയം കാണണേ, ദിക്റിനും സലാത്തിനും സമയം കാണണേ. അതാ മഹളറത്തുൽ ബദ്രിയ സംഘടിപ്പിക്കാൻ വളരെ ജോറാണ്, സദസ്സിലിരുന്ന് ചൊല്ലാനില്ല. അങ്ങനെയുള്ള പ്രവർത്തകനാകരുത്. വഅദ് സംഘടിപ്പിക്കാൻ വളരെ ജോറാണ്, കസേരയിൽ ഇരുന്ന് വഅദ് കേൾക്കൂല. അങ്ങനെയുള്ള വളണ്ടിയർ ആകരുത്. നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാകണം. അതാണ് ആഖിറത്തിൽ ഉപകരിക്കുന്നത്. ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ നേതാക്കൾ ആലിമീങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നു, അവരൊരുപാട് ആലോചിച്ച് ചർച്ച ചെയ്താണ് തീരുമാനിക്കുക. അത്തരം ചർച്ചകളിലൊന്നും പങ്കെടുക്കാത്തവൻ ആലിമീങ്ങളെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നു. അവന്റെ വിവരക്കേടല്ലേ? അതേ, അവനതാ ആ ആലിമീങ്ങളൊന്നും സുന്നത്തി ജമാഅത്തിൽ പോരാ, സുന്നത്തി ജമാഅത്ത് കുറച്ചും കൂടി കട്ടി വേണമെന്നാണ് അവനെ ഇബ്ലീസ് തോന്നിപ്പിക്കുന്നത്. ഇന്നാലില്ലാ, അവന്റെ വിവരക്കേടാണ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു 110 കേട്ടോ. അതേ, 100% അമിതമായ ഒരു ആവേശം കാണിക്കരുത്. എല്ലാം മിതമാകണം. അതല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. അതേ അല്ല പറഞ്ഞു, നമ്മളതാക്കിയിരിക്കുന്നു നിങ്ങളെ ഉമ്മത്തൻ വസതാ
ثم جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. മധ്യനിലവാരമുള്ള സമുദായമാകണം. തീവ്രവാദിയാകരുത്, ഭീകരവാദിയാകരുത്, വർഗീയവാദിയാകരുത്. നമ്മുടെ ആലിമീങ്ങൾക്കൊന്നും തീവ്രത പോരാ, അതേ നമ്മുടെ ആലിമീങ്ങളുടെ നീക്കം പോരാ. അങ്ങനെ പറഞ്ഞ് നിങ്ങളെ തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കാൻ ആളുകൾ വരും. അതിൽ പെട്ടുപോകരുതേ മുസ്ലിമീങ്ങളെ. ആലിമീങ്ങൾക്കറിയാം എങ്ങനെയാണ് ഉമ്മത്തിനെ നയിക്കേണ്ടത്. നമ്മുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ. 40 മഹാപണ്ഡിതന്മാരുടെ നേതൃത്വം, ഒരാളല്ല രണ്ടാളല്ല, റയീസുൽ ഉലമയുടെ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ 40 ആലിമീങ്ങൾ കൂടിയിരുന്ന് ചർച്ച. ഇന്നും ഉച്ചക്ക് മഹാനായ സുൽത്താനുൽ ഉലമയുടെ സമീപത്ത് സുലൈമാൻ ഉസ്താദ്, പന്മള ഉസ്താദ്, കൊമ്പം ഉസ്താദ്, അതുപോലെ ജലീൽ ഉസ്താദ്, അതുപോലെ നമ്മുടെ ചുള്ളിക്കോട് ഉസ്താദ് തുടങ്ങിയ ഞങ്ങൾ ഉസ്താദുമായി ഇന്നും ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മുടെ ആലിമീങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആവശ്യമുള്ളതെല്ലാം അവർ നിങ്ങൾക്ക് തരും. തന്നിട്ടില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കൊറോണ കാലത്ത് ഒരു ഓൺലൈൻ വിവാഹം നടന്നു. ആളുകൾ അതിലേക്ക് പോയി അവരുടെ നിക്കാഹ് ബാത്തിലാക്കുമെന്ന് കണ്ടപ്പോ പഠനം നടത്തി ആലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടി. അതാ ഫിസിക്കലായി പറ്റാത്തത് കൊണ്ട് ഓൺലൈനിൽ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഒരു വിവാഹം പറ്റൂല കേട്ടോ. വിശദീകരിച്ചു കൊടുത്തു. അതേ, നിങ്ങൾക്കറിയില്ലേ, കൊറോണ കാലം വന്നു. അന്ന് ആദ്യകാലത്ത് വല്ലാതെ ശക്തി കൂട്ടിയിട്ട് അതാ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മയ്യിത്ത് കുളിപ്പിക്കാൻ പോലും അനുവദിച്ചില്ല. അതുകൊണ്ട് വലിയ അപകടം വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കുളിപ്പിക്കാത്ത മയ്യിത്തിന് മയ്യിത്ത് നിസ്കരിക്കാമോ ചർച്ച ചെയ്തു. അതേ, കുളിപ്പിച്ചാൽ കുളിപ്പിക്കുന്നവന് വലിയ രോഗം വന്നവൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുളിപ്പിച്ചുകൂടല്ലോ. എന്നാൽ തയമ്മം ചെയ്യാനും കഴിയുന്നില്ലെങ്കിലോ മയ്യിത്ത് നിസ്കരിക്കാമോ ചർച്ച ചെയ്തു. ഫിഖ് കൗൺസിലിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പണ്ഡിതന്മാരെ ഓൺലൈനിൽ ഒരുമിച്ച് കൂട്ടി. അതാ ശർവാനിയുടെ ഇബാറത്ത്, മുഗ്നിയുടെ ഇബാറത്ത്, ശാഫിഈ മദ്ഹബിലുള്ള കിതാബുകളെ ഇബാറത്ത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കുളിപ്പിച്ചില്ലെങ്കിലും തയമ്മം ചെയ്തില്ലെങ്കിലും അതാ മയ്യിത്ത് നിസ്കരിക്കുന്നതിന് വിരോധമില്ലെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ഇമാമിങ്ങളുണ്ട്. നിസ്കരിക്കണം എന്ന് പറഞ്ഞവര് തന്നെയുണ്ട്. അവര് പറഞ്ഞു, നിസ്കരിക്കാതെ മറമാടിയാൽ ആ കുടുംബത്തിനും വലിയ വേദനയല്ലേ. അതുകൊണ്ട് അങ്ങനെ പണ്ഡിതന്മാര് പലരും പറഞ്ഞിട്ടുണ്ടെന്ന വിവരം എല്ലാ അലിമീങ്ങൾക്കും എത്തിച്ചു കൊടുത്തു. അവരല്ലേ ഓരോ നാട്ടിലും ദീനിന് നേതൃത്വം നൽകുന്നത്. നമ്മുടെ പണ്ഡിത സഭ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് ചർച്ച ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ ഒരു മഹത്തായ സഭയുടെ കീഴിൽ ഒരുമിച്ചുകൂടി കൂട്ടായ്മയോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനാ പ്രവർത്തകർ ഭാഗ്യവാന്മാരാണ്. അത് നമ്മുടെ ഖൽബ് ശുദ്ധീകരിച്ചുകൊണ്ട് നാവ് കൊണ്ട് ഹറാമ് പറയാതെ, ആരെയും ഭീഷണിപ്പെടുത്താതെ, ആരെയും ഭീഷണി പറയാതെ, ആരും പരസ്പരം കുറ്റം പറയാതെ, തെറ്റിദ്ധരിക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന ഒരേ ഒരു ലക്ഷ്യത്തിലാകണം നമ്മുടെ പ്രവർത്തനമെന്ന് സംഘടനാ പ്രവർത്തകരോട് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.